രാജപാലകൻ ഇന്ന് മെയ് മാസം 10-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രൻ ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവൻ നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനുമായും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെയും, ഇന്നത്തെ സുവിശേഷത്തിന് സന്ദേശം മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു എന്നുള്ളതാണ്. നിത്യശിക്ഷയും നിത്യരക്ഷയുമാണ് സുവിശേഷത്തിലെ ചിന്താവിഷയം. നിത്യശിക്ഷയും നിത്യരക്ഷയും തീരുമാനിക്കുന്നവൻ യേശു ആണ്. പെറ്റി കേസിന് ചെറിയ ശിക്ഷയാണ് ലഭിക്കുക. ഹെൽമെറ്റില്ലാതെ സ്കൂട്ടർ ഓടിക്കുക, 500 രൂപ പിഴ അടച്ച് രക്ഷപ്പെടാൻ പറ്റും. അത് അടിപിടി കേസാണെങ്കിൽ അത് 1-2 മാസം ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെയും പുറത്തു വരാൻ പറ്റും. കൊലപാതകം നടത്തിയാൽ അങ്ങനെയല്ല. ഗൗരവത്തിൻ്റെ തോതനുസരിച്ച് തൂക്കിക്കൊല വരെ ശിക്ഷ ലഭിക്കും. ജീവപര്യന്തം പ്രതീക്ഷിക്കാം. യേശുവിൻ്റെ വചനം കേൾക്കുന്നവരാരാണ്? യേശു വിശ്വസിക്കുന്നവരും വചനം അനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരാണ്. അവർക്ക് നിത്യജീവൻ ഉറപ്പാണ്. അനേകം കോടി ജനം യേശു വിശ്വസിക്കുകയും വചനം അനുസരിച്ച് ജീവിക്കുകയും മരിച്ച് ഭൂമിയിൽ നിന്ന് പോയവരുണ്ട്. അവർ രക്ഷപ്പെട്ടവരാണ്. മരിച്ചപ്പോൾ അവരുടെ ശരീരത്തെ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോയി എങ്കിലും ആത്മരക്ഷയ്ക്ക് വേണ്ടി സഹിക്കുകയും സഹായിക്കുകയും ചെയ്ത നമ്മുടെ ശരീരം അത് ഉയർക്കുമെന്നാണ് സഭയിൽ പഠനം. യേശുവിൻ്റെ 2ാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ മഹത്വത്തോട് ഉയർത്തെഴുന്നേൽക്കും. ആത്മാവ് ഉപേക്ഷിച്ച് പോയ ശരീരത്തോട് ചേർന്ന് നിത്യതയിൽ സന്തോഷിക്കും. യേശു വിശ്വസിക്കുകയും നന്മ ചെയ്യുകയും ചെയ്തവർ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ ചെയ്തേക്കാം. പശ്ചാത്താപവും കുമ്പസാരവും വഴി അവർക്ക് പാപമോചനം ലഭിച്ചുവെങ്കിലും പെറ്റി കേസിലെ പോലെ ചെറിയ ശിക്ഷ ആവശ്യമായി വരുന്നു. അതിനുള്ള വേദിയാണ് ശുദ്ധീകരണ സ്ഥലം. മരിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ ദാനധർമ്മത്തിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും പരിഹാരം ചെയ്തിട്ടുണ്ടാകും പലരും. അങ്ങനെ അത് ശിക്ഷ കുറയ്ക്കാൻ സാധിക്കും. ജീവിതത്തിലെ വേദനകളും കുരിശുകളും ഒരു പരിധി വരെ ചെറിയ തെറ്റുകൾക്കുള്ള പരിഹാരമായി മാറും. പാപികളെല്ലാം തന്നെ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നുവെങ്കിലും ദൈവസന്നിധി വിസ്മൃതരും മരിച്ചവരുമാണ്. പാപികൾ പശ്ചാത്തപിച്ച് യേശു വിശ്വസിച്ച അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരായി മാറും. ബോധപൂർവം യേശുവിനെ നിരാകരിച്ചവർ നിത്യശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പനായാണ് പുറത്തു വരിക. യേശുവിൻ്റെ വിധിയുടെ വചനം കേൾക്കാനായിരിക്കും അവർ ഉയർക്കുക. യേശുവിനെ പറ്റി ഒരിക്കലും കേൾക്കാത്തവനോ വിശ്വസിക്കാൻ സാധിക്കാത്തവനോ അങ്ങനെയുള്ളവരുടെ ഉയർപ്പിൻ്റെ കാര്യം ഇന്നത്തെ വായന നമ്മുടെ ചിന്താവിഷയമല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3:29 കേൾക്കുന്ന വചനം ഓർമ്മ സൂക്ഷിക്കുക. ദൈവം യഹൂദന്മാരുടെ മാത്രമാണോ, പിശാചുകളുടെയും കൂടിയല്ലേ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. പരമനന്മയായി ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നമുക്ക് അജ്ഞാതമാണെങ്കിലും
നന്മയിലെ നീർച്ചാലുകളായിരിക്കും യേശുവിൻ്റെ ന്യായവിധിയും നമ്മൾ മനസ്സിലാക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 33 മുതലുള്ള തിരുവചനങ്ങൾ അരൂപിയിൽ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാം. ആ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിന് മനസ്സറിഞ്ഞത് ആര്, അവിടുത്തെ ഉപദേഷ്ടാവായത് ആര്, തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തത് ആര്, എല്ലാം അവിടത്തിൽ നിന്നും അവിടുന്ന് വഴി അവിടത്തിലേക്ക് അവിടുത്തെ എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്.